Hello dear students, next we are going to do the problem based on Brazenham's line drawing algorithm. So the question is, illustrate Brazenham's line drawing algorithm to digitize the line with endpoints 2010 and 3018 and assume slope is equal to 0.8, that is m equal to less than 1. So according to the algorithm, the first point is input the two line endpoints, that is x1 y1 and x2 y2. Here x1 y1 equal to 2010 and x2 y2 equal to 3080. Okay, so the second point is plot the first point, that is we have to take the left endpoint x1 y1 as x0 y0. So here x1 y1 equal to x0 y0 equal to 2010, that is the first point is 2010. Then according to the algorithm, third step is we have to calculate the constants like delta x, delta y, 2 delta y, 2 delta y minus delta x and p0. So here delta x means x2 minus x1, അതായത് 30 minus 20 equal to 10. Then delta y equal to y2 minus y1, that is 18 minus 10 equal to 8. Then 2 delta y equal to 2 into 8, that is 16. Then 2 delta y minus 2 delta x equal to 2 into delta y minus delta x, that is 2 into delta y minus delta x means 8 minus 10. 8 minus 10, that is minus 2, that is 2 into minus 2 equal to minus 4. Then P0, that is initial decision parameter, equal to 2 delta y minus delta x. Here 2 delta y equal to 16 and delta x equal to 10. So 16 minus 10 equal to 6, that is the initial decision parameter. Then next is we have to find the points. Fourth step എന്ന് പറയുന്നത് നമ്മൾ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം based on the value, based on the sign of the decision parameter. Okay, so here we find the points or repeat the step 4 of the algorithm, delta x times. Here delta x equal to 10, that is 10 points ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് ഫ്രം k equal to 0. സോ നമ്മൾ ഇതുപോലെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം, സ്റ്റാർട്ടിങ് ഫ്രം k equal to 0. ദെൻ ഇവിടെ 10 പോയിൻറ്റ്സ് ആണ് k is equal to 0 to k9. ഓരോ ടൈമിലും നമുക്ക് പി കെ ഉണ്ടായിരിക്കും, എക്സ് കെ പ്ലസ് 1 വൈ കെ കണ്ടുപിടിക്കണം, ദെൻ നെക്സ്റ്റ് പി കെയും കണ്ടുപിടിക്കും. ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഒരു പി കെ ഉണ്ടായിരിക്കും ഓൾറെഡി. ആ പി കെ നോക്കി വേണം നമ്മൾ എക്സ് കെ പ്ലസ് 1 വൈ കെ പ്ലസ് 1 എഴുതേണ്ടതും നെക്സ്റ്റ് പി കെ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നീഡഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി കെ ലെസ് ദാൻ 0, ദാറ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആൻഡ് വൈ റിമെയിൻസ് ദ സെയിം. എക്സ് അത് തന്നെയായിരിക്കും, എക്സ് 1 ഇൻക്രിമെൻറ്റ് ചെയ്യും, വൈ അത് തന്നെയായിരിക്കും. നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ ഈക്വൽ ടു പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ. ദെൻ പി കെ ഗ്രേറ്റർ ദാൻ 0, അതായത് പി കെയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എക്സും ഇൻക്രിമെൻ്റ് ആവും, വൈയും ഇൻക്രിമെൻ്റ് ആവും. പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ എക്സ്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് നമ്മൾ സൈഡിൽ എഴുതി വെച്ചേക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ്, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിൻ്റ് x0 y0 ആണെന്ന് പറഞ്ഞു. ആ പോയിൻറ്റ്സ് എടുത്ത് ഒരിക്കലും നമ്മളിവിടെ k0യുടെ പൊസിഷനിൽ എഴുതരുത്. ഇവിടെ കെയുടെ വാല്യൂ 0 മീൻസ് ഇവിടെ എക്സ് കെ പ്ലസ് 1 വൈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ x1 y1 ആണ്. അതുപോലെ നമുക്ക് കിട്ടിയ ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ ഇവിടെ എഴുതുകയും വേണം. സോ 2 പോയിൻറ്റ്സ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് കിട്ടിയ ഒരു ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ ഇവിടെ എഴുതുകയും വേണം. ദെൻ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിച്ച് വേണം പോയിൻ നമ്മൾ 10 പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് നമുക്ക് ഇനിഷ്യൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2010 ആയിരുന്നു. ഡിസിഷൻ പാരാമീറ്റർ 6 കിട്ടി. ഓക്കെ, സോ അറ്റ് k equal to 0 our decision parameter equal to 6. 6 means which is greater than 0, പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആവുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, എക്സും കൂടും വൈയും കൂടും. സോ 2010 എന്നുള്ളത് 2111 ആയി. ദെൻ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ കൂടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് ഓൾഡ് ഡിസിഷൻ പാരാമീറ്റർ പ്ലസ് 2 ഡെൽറ്റ വൈ മൈനസ് 2 ഡെൽറ്റ എക്സ്. 2 ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ എക്സ് നമ്മളിവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, -4. സോ പി കെ ഈക്വൽ ടു പ്രീവിയസ് പി കെ 6 -4, ദാറ്റ് ഈസ് 2. നെക്സ്റ്റ് പി കെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വരുമ്പം വീണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്. സോ വീണ്ടും പോയിൻ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് 2111 എന്നുള്ളത് 2212 ആയി.
ഇല്ലേ, കെയുടെ വാല്യൂ 1 ആകുമ്പോൾ നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 ദാറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. സോ ദ 2 വാല്യൂസ് എക്സും കൂടി വൈയും കൂടി 22 12 എന്നായി. അടുത്ത ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് പ്രീവിയസിൻ്റെ കൂടെ 2 delta y minus delta x that is -4, that is 2 - 4 equal to -2. അടുത്ത ഡിസിഷൻ പാരാമീറ്റർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് വന്നു. ഡിസിഷൻ പാരാമീറ്റർ അവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഡിസിഷൻ പാരാമീറ്റർ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ് വാല്യൂ കൂടും, വൈ വാല്യൂ കൂടത്തില്ല. സോ ദ പോയിന്റ് ഈസ് 23 ആൻഡ് വൈ റിമെയിൻസ് ദ സെയിം 12. ആൻഡ് ദ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ ഈസ് യൂസിങ് ദിസ് ഇക്വേഷൻ ഓൾഡ് ഡിസിഷൻ പാരാമീറ്റർ -2 പ്ലസ് 2 delta y. 2 delta y എന്ന് പറഞ്ഞാൽ 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഓക്കെ, നെക്സ്റ്റ് ഡിസിഷൻ നമുക്ക് 14 കിട്ടി. അപ്പോൾ ആ കേസിൽ പോസിറ്റീവായി വീണ്ടും ഡിസിഷൻ പാരാമീറ്റർ പോസിറ്റീവ് ആകുമ്പോൾ എക്സും കൂടും വൈയും കൂടും. 24 13 ആയി. അടുത്ത ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ 14ൻ്റെ കൂടെ നമ്മൾ 2 delta y മൈനസ് 2 delta x, ദാറ്റ് ഈസ് 14 മൈനസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ അവിടെയും വീണ്ടും നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. സോ എക്സ് വാല്യൂവും കൂടി വൈ വാല്യൂവും കൂടി പോയിന്റിൽ അടുത്ത ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് 10 മൈനസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് വന്നു. അവിടെ ഡിസിഷൻ പാരാമീറ്റർ നമുക്ക് 6 ആയിരുന്നു. അവിടെയും നമുക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് എക്സും കൂടി വൈയും കൂടി അടുത്ത ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് 6 മൈനസ് 4 ഈക്വൽ ടു 2 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ വന്നു. ഇവിടെയും പോസിറ്റീവ് ആയതുകൊണ്ട് എന്താ 26 7 27 ആയി, 15 16 ആയി. ഇനി നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 2 കഴിഞ്ഞിട്ട് വരുന്നത് -2 ആയിരിക്കും. നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ് കൂടി വൈ സെയിം ആയി. അടുത്ത ഡിസിഷൻ പാരാമീറ്റർ -2 കഴിഞ്ഞ് 14 ആണോ കിട്ടുന്നത് നമുക്ക്. അതായത് കാരണം നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രീവിയസ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലേ. സോ 14 കിട്ടി. ഇപ്പോൾ എക്സും കൂടും വൈയും കൂടും. ഇപ്പോൾ 14 കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഡിസിഷൻ പാരാമീറ്റർ 10 ആണ്. അപ്പോൾ അവിടെ എക്സും കൂടി വൈയും കൂടി. അപ്പോൾ 10 പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. 0 to 9. ലാസ്റ്റ് നമുക്ക് സെക്കൻഡ് എൻഡ് പോയിൻറ്റ് 13 18 എന്ന് കിട്ടി. 13 18 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻഡ് പോയിൻറ്റ് നമുക്കവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം കറക്റ്റാണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യുന്ന ലൈക്ക് DDA സെക്കൻഡ് എൻഡ് പോയിൻറ്റ് ലാസ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ദിസ് പ്രോബ്ലം ഈസ് കറക്റ്റ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പി കെയുടെ വാല്യൂ ഓരോ സ്റ്റെപ്പിലും പി കെയുടെ വാല്യൂ ശ്രദ്ധിക്കുക. സൈൻ ശ്രദ്ധിക്കുക. പി കെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സും കൂടും വൈയും കൂടും. നെക്സ്റ്റ് പി കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കറണ്ട് പി കെ പ്ലസ് 2 delta y മൈനസ് 2 delta x. ആ 2 delta y മൈനസ് 2 delta x നമ്മൾ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് വാല്യൂവിൻ്റെ കൂടെ ജസ്റ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആഡ് ചെയ്താൽ മതി. ദെൻ പി കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എക്സ് കൂടും പക്ഷേ വൈ കൂടില്ല. ആ കേസിൽ നമ്മൾ നെക്സ്റ്റ് പി കെ എന്ന് പറയുന്നത് ഓൾഡ് പി കെ പ്ലസ് 2 delta y. ആ 2 delta y കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആദ്യം ഒരു P0 കിട്ടും തേർഡ് സ്റ്റെപ്പിൽ നിന്ന്. ആ P0നെ എടുത്ത് ഡയറക്റ്റ് ഇവിടെ എഴുതാം. ദെൻ അവിടെ വെച്ച് വേണം നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ. ഓരോ തവണയും നമ്മൾ പോയിൻറ്റും കണ്ടുപിടിക്കണം, നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്ററും കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പിലോട്ട് പോയിട്ട് വീണ്ടും പോയിൻറ്റും കണ്ടുപിടിക്കണം, നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്ററും കണ്ടുപിടിക്കണം. ഫൈനലി നമുക്ക് സെക്കൻഡ് എൻഡ് പോയിൻ്റ് ആയിരിക്കും ലാസ്റ്റ് പോയിൻ്റ് ആയിട്ട് കിട്ടുന്നത്. And this is all about the Bresenham's line drawing algorithm. Okay, thank you.